വെൽക്കം ടു സോണിയാസ് കിച്ചൺ. ഞാനിപ്പോൾ നീർദോശയാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. വറുത്ത പൊടി വെച്ചാണ് ഇത് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. 2 ഇൻഗ്രീഡിയൻസ് മതി മെയിനായിട്ട്. അരിപ്പൊടിയും തേങ്ങയുമാണ് ഇതിൽ നമ്മൾ മെയിനായിട്ട് ചേർക്കുന്നത്. പിന്നെ ഇതിന് ചേർക്കാനായിട്ട് ഒരു ആവശ്യത്തിനുള്ള ഉപ്പും. ഇത്രയും സാധനങ്ങൾ കൊണ്ട് 5 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നീർദോശ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് വറുത്ത അരിപ്പൊടിയാണ് എടുക്കുന്നത്. ഈ വറുത്ത അരിപ്പൊടി ആദ്യം കുറേശ്ശെ വെള്ളം ഒഴിച്ചൊന്ന് കലക്കിയെടുക്കാം. വറുത്ത അരിപ്പൊടി ആയതുകൊണ്ട് ചിലപ്പോൾ ഇങ്ങനെ കട്ടയൊക്കെ കാണും. അപ്പം അതൊന്നും കട്ടയൊന്നും ഇല്ലാതെ തന്നെ നന്നായിട്ടൊന്ന് കലക്കിയെടുക്കണം. ഇപ്പോൾ വെള്ളത്തിൻ്റെ അളവാണെങ്കിലും നമുക്ക് കറക്റ്റായിട്ട് ഇത്ര 1/2 ഗ്ലാസ് ഒന്നും അങ്ങനെ പറയാൻ പറ്റത്തില്ല. കാരണം ഓരോ അരിപ്പൊടിയിൽ തന്നെ മാറ്റം ഉണ്ടാകും. അപ്പോൾ അതനുസരിച്ച് വേണം. അപ്പം അതുപോലെ നീർദോശയ്ക്ക് ആകുമ്പോഴത്തേക്ക് നല്ല വെള്ളത്തോടു കൂടിയാണ് നമ്മൾ അരച്ചെടുക്കാറ്. അപ്പോൾ അതേ രീതിക്ക് തന്നെ വേണം ഇത് കലക്കിയെടുക്കാനും. ഇനി ഇതിനെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ തേങ്ങയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഈ കലക്കി വെച്ചിരിക്കുന്ന മാവ് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിനൊരു പാത്രം മാവായിരുന്നു ഞാൻ എടുത്തിരുന്നത്. അപ്പം അരപ്പാത്രം തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതുകൂടി ചേർത്ത് കൊടുക്കാം. ഈ അരിപ്പൊടി നല്ല പശയുള്ള അരിപ്പൊടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൽ ചോറ് ചേർക്കുന്നില്ല. കാരണം അഡീഷണൽ ചോറ് ചേർത്ത് കഴിഞ്ഞാൽ അപ്പത്തിനാണെങ്കിലും ഭയങ്കര ഒട്ടലായിരിക്കും. അപ്പം അതുകൊണ്ട് ചോറ് ചേർക്കാതെ പകരം ഈ തേങ്ങ മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ. അതുപോലെ നീർദോശയിൽ ഈസ്റ്റോ അങ്ങനെ ഒന്നും ഇതിൽ ഞാൻ ചേർക്കുന്നില്ല. ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പിട്ടതിന് ശേഷം നന്നായിട്ട് ഒന്നുകൂടി ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ ദോശയ്ക്കുള്ള ബാറ്റർ തയ്യാറായി കഴിഞ്ഞു. ദോശക്കല്ലിൽ ഒഴിച്ച് ഉണ്ടാക്കിയെടുക്കാം. മൂടി വെക്കാം. അപ്പോൾ ഇതൊരു 2 മിനിറ്റ് നേരം ആയിട്ടുണ്ട്. ഇത് തുറന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് എഴുതി അറിയിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.